അപ്പോൾ നമ്മൾ ഓർക്കണം, വലിയ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ട്രേഡ് സിറ്റുവേഷൻ, ട്രംപുമായിട്ടുള്ള ആ ട്രേഡ് താരിഫിന്റെ യുദ്ധവും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായി, നമ്മുടെ രൂപയുടെ മൂല്യം ഒരുപാട് ഇടിഞ്ഞു. ഇതൊക്കെ ആയിരുന്നിട്ടും GDPയുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി ഈ ബജറ്റിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 53,47,315 കോടിയാണ്. അത് തന്നെയാണ് മൊത്തം വരുമാനവും മൊത്തം ചെലവും. സാധാരണ രീതിയിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൊത്തം ചെലവും മൊത്തം വരുമാനവും ഈക്വൽ ആകും. അപ്പോൾ കടം മേടിക്കുന്നതൊക്കെ അതിനകത്ത് മൊത്തം വരുമാനത്തിന്റെ അകത്ത് തന്നെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തയ്യാറാക്കുക. ഇനി കഴിഞ്ഞ ബജറ്റില് 4.1% ധനക്കമ്മി. അന്നേ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു, ഇത് ഞാൻ 4.3% ആയിട്ട് 2026-27 ബജറ്റിൽ കുറയ്ക്കുമെന്ന്. അതുപോലെ തന്നെ ധനക്കമ്മി 4.3% കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും.